ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് അറിയിപ്പാൻ, ഒരിക്കൽ കൂടെ ദൈവസ്നേഹത്തെ നിങ്ങളോട് വർണ്ണിക്കുവാൻ ദൈവം ഒരുക്കി നൽകിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം നിരന്തരമായി കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേക ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരോടുള്ള പ്രത്യേക സ്നേഹത്തെയും എൻ്റെ ബഹുമാനത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളിന്ന് ആദ്യമായിട്ടായിരിക്കാം ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാം കാണുന്നത്. നിങ്ങൾ ഓർക്കുക, ഒരിക്കൽ ഈ പ്രോഗ്രാം ജീവിതത്തിൽ കണ്ട അനേക ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനല്ല ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ കേൾക്കുന്ന ദൈവവചനമാണ്. വാസ്തവത്തിൽ ദൈവവചന കേൾവിയിലൂടെ അനേകർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ദൈവവചന കേൾവിയിലൂടെ അനേകർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. നൂറുകണക്കിന് മദ്യപാനികൾ, പാപത്തിൽ ജീവിച്ചവർ, അവരുടെ ജീവിതത്തിൽ മദ്യപാനം ഉപേക്ഷിച്ച് അവർ യഥാർത്ഥമായ ജീവിതം നയിക്കുന്നു. എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, തകർന്നു പോയ ആയിരക്കണക്കിന് കുടുംബങ്ങളെ വിടുവിച്ചെടുക്കാൻ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ മഹത്വവും കർത്താവിന്, എല്ലാ പുകഴ്ചയും ദൈവത്തിന്. കാരണം നടുന്നവനും നനയ്ക്കുന്നവനുമല്ല, വളരുമാറാക്കുന്ന ദൈവമാണ്. ഇച്ഛിക്കുന്നവനാലുമല്ല, യാചിക്കുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, ശ്രദ്ധയോടെ എൻ്റെ ജീവിതത്തിന് ഇന്നത്തെ ഈ അടുത്ത മിനിറ്റുകൾ ഒരു ടേണിംഗ് പോയിൻ്റ് ആകും എന്ന ഉറപ്പോടെ നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം അവൻ്റെ ശിഷ്യന്മാർ അവനോട്, ഗുരു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന മെസ്സേജിന് നമ്മൾ കൊടുക്കുന്ന തലക്കെട്ട് അല്ലെങ്കിൽ ടൈറ്റിൽ, ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ ലൈഫ്, പ്രാർത്ഥന ജീവിതത്തിൻ്റെ പ്രാധാന്യത. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു 99% ആൾക്കാർ. പ്രാർത്ഥിക്കാത്ത ആരും, ദൈവത്തോട് ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാത്ത ആരും ഇടില്ല. ദൈവമേ എന്ന് വിളിച്ചിട്ടില്ലാത്തവർ വളരെ ചുരുക്കമാണ്. അങ്ങനെ വിളിച്ചിട്ടില്ലാത്തവരും ദൈവത്തെ വിളിക്കണം, ദൈവത്തെ അറിയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ ദൈവത്തിന് മാത്രമേ നിങ്ങളെ യഥാർത്ഥമായി അനുഗ്രഹിക്കാനും സമാധാനം കൊണ്ട് നിറയ്ക്കാനും നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം അയക്കാനും സത്യം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും കഴിയത്തുള്ളൂ. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ പൗലോസ് പറയുന്നു ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. പ്രാർത്ഥന എന്ന വിഷയത്തേക്കാൾ നല്ലൊരു വിഷയം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ മറുപടി. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ലോകത്തെ ചലിപ്പിക്കുന്ന കരത്തെ നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന. അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയെ, ആ ബന്ധത്തെ, ആ റിലേഷനെ കാണിക്കുന്നതാണ് പ്രാർത്ഥന. ഇവിടെ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 1-2 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രാധാന്യത എന്ത് എന്നറിയണമെങ്കിൽ ഈ ലോകത്തിലെ ആരെയും നിങ്ങൾ നോക്കണ്ട, യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിയാൽ മതി. അല്ല, ഞാൻ സ്നേഹത്തോടെ ഈ എപ്പിസോഡിൽ ബഹുമാനത്തോടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നോക്കേണ്ടത് യേശുവിനെ തന്നെയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം
12-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, മാന്യപ്രേക്ഷകരെ, സഹോദരങ്ങളെ, യേശുവിനെ നിങ്ങൾ നോക്കിയാൽ, യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശു ക്രിസ്തുവിൽ കാണുവാൻ കഴിയുന്ന ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് പ്രാർത്ഥന ജീവിതം. നമ്മുടെ യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കർത്താവിൻ്റെ ആ ശുശ്രൂഷയുടെ ആ കാലഘട്ടങ്ങൾ നാം നോക്കിയാൽ 30-ാമത്തെ തിരുവയസ്സിൽ യോർദാൻ്റെ നദിയിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. അപ്പോൾ എൻ്റെ ചോദ്യം, എപ്പോഴാണ് യേശുവിൻ്റെ മുമ്പിൽ സ്വർഗം തുറന്നത്? എപ്പോഴാണ് പരിശുദ്ധ ആത്മാവ് പ്രാവന്ന രൂപേണ യേശുവിൻ്റെ മേൽ ഇറങ്ങിയത്? എപ്പോഴാണ് പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് ലോകത്തെ നോക്കി പറഞ്ഞത്? ഒറ്റ വാക്കിൽ പറയാം, യേശു പ്രാർത്ഥിക്കുമ്പോൾ, സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വർഗം തുറന്നേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, അന്നും ഇന്നും എന്നും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലാണ് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ്റെ മേലിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അഭിനയമല്ല, അത് ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന താങ്കളോട് ഞാൻ സ്നേഹത്തോടെ പറയാം, യേശുവിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, യേശുവിനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ ആവശ്യമാണ്, നിശ്ചയമായിട്ടും. കാരണം യേശുവിനെ പോലെ ആകണമെന്നാണ് പിതാവായ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നാകാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ സ്നേഹത്തോടെ പറയാം, മറ്റെന്തെങ്കിലും ആകാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് പരാജയമായിരിക്കും. നിങ്ങൾ യേശുവിനെ പോലെ ആകണം. അതാ റോമർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് നാം അനുരൂപരായിത്തീരണം. മർക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഒരുപോലെ നാം കാണുന്ന ഒരു പദമാണ്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനു മതി, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. അപ്പോൾ ഗുരുവിനെ പോലെയാകുക. ഹൂ ഈസ് അവർ മാസ്റ്റർ? ആരാ നമ്മുടെ ഗുരു? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശുവിനെ പോലെ ആകുന്നതാ ക്രിസ്തീയ ജീവിതം. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ലഭിച്ചു. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിൻ്റെ ഭാവം അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ പറയാം, യേശു കർത്താവ് 30-ാമത്തെ തിരുവയസ്സിൽ യോർദാൻ്റെ നദിയിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഇറങ്ങി വന്നു. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗം തുറക്കും, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം സംസാരിക്കും, പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ആദിമ സഭയുടെ ആരംഭം. അപ്പോസ്തലന്മാർ അന്ന് 120 പേർ ഒന്നിച്ച് ഒരുമനപ്പെട്ട് അവർ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അവർ ഓരോരുത്തർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് അവരുടെ മേൽ ഇറങ്ങി വന്നേ? എപ്പോഴാണ് ഇടിമുഴക്കം പോലെ ദൈവശക്തി അവരുടെ മേൽ വ്യാപരിച്ച്? അവരൊന്നിച്ചു കൂടിയിരിക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം എന്നാ? അവരൊന്നിച്ചു കൂടി പ്രാർത്ഥിക്കുമ്പോൾ. അവരൊന്നിച്ചു കൂടിയിരുന്ന നാട്ടുകാരുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവരൊന്നിച്ചു കൂടിയിരുന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളോ ഫേസ്ബുക്കിലെ കാര്യങ്ങളൊന്നും പറയുമല്ലായിരുന്നു. അവരൊന്നിച്ചു കൂടിയിരുന്ന് എന്തെങ്കിലും സ്റ്റോറി പറയുമല്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അവരൊന്നിച്ചു കൂടി പിതാവ് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനായിട്ട് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിയായിട്ട് അവരുടെ മേലെ ഇറങ്ങി. ഞാൻ സഭകളോട് പറയട്ടെ, ദൈവദാസന്മാരോട് പറയട്ടെ, ഒരു പാട്ടിൻ്റെ വരി 14 പ്രാവശ്യം പിന്നെയും പാടുമ്പോഴല്ല ശരിക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഡ്രം കൂട്ടി അടിക്കുമ്പോഴോ കീബോർഡിൻ്റെ ഒച്ച ഭയങ്കരമാക്കുമ്പോഴോ ഒന്നുമല്ല. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ മേളിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നവൻ്റെ മേളിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ്
പരിശുദ്ധാത്മാവരുടെ മേൽ ഇറങ്ങി വന്നത്. ഇന്ന് പല സഭകൾക്കകത്തും പല കൂട്ടായ്മകൾക്കകത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കുറഞ്ഞു പോയതിൻ്റെ കാരണം അവരുടെ കുറ്റമല്ല. കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഉപവസിക്കുന്നവരുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും ഒക്കെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ ഓർക്കണം, യേശു കർത്താവ് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ആ ലൂക്കോസ് സുവിശേഷത്തെ നമുക്ക് കാണാം. പരിശുദ്ധാത്മാ പ്രാപന്ന രൂപേണ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. തൊട്ട് താഴെ പറയുന്നു, അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് എന്നാ ചെയ്തേ? ഒറ്റ വാക്കി പറയാം, പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ നല്ലൊരു സ്റ്റാർട്ടിങ്, നല്ലൊരു ബിഗിനിങ് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയാമെന്നു, യേശുവിനെ നോക്കുക, യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവൻ പ്രാർത്ഥനയിൽ ആരംഭിച്ചു. യേശു പ്രാർത്ഥനയിലാണ് തുടങ്ങി തൻ്റെ മിനിസ്ട്രി. പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നതൊന്നും പരാജയപ്പെടത്തില്ല. കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും ഞാനെന്ന ഭാവം കൊണ്ടും ആരുണ്ട് എനിക്കെതിരായിട്ട് നിൽക്കാൻ എന്നുള്ള തൻ്റെ ഇടം അഹങ്കാരവും കൊണ്ടൊക്കെ തുടങ്ങിയ പലരും അമ്പേ പരാജയപ്പെട്ടത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ പ്രാർത്ഥനയിൽ ആരംഭിച്ചതൊന്നും പരാജയപ്പെടാൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അനുവദിക്കത്തില്ല. രണ്ടാമതായി, യേശു കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലും മാർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ രാത്രിയിൽ തനിച്ച് മലയിലിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഇറങ്ങി വന്ന് അവൻ 12 വരെ തിരഞ്ഞെടുത്തു. 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു, ചൂസ് ചെയ്തു. എങ്ങനെ തിരഞ്ഞെടുത്തു? രാത്രി മുഴുവൻ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും, ചൂസ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ വരും. ചിലത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പം ശരിയേതാ തെറ്റേതാ നമുക്കറിയത്തില്ല. ഒരു വിവാഹാലോചന വരുമ്പം ഇത് ദൈവഹിതമാണോ അല്ലയോ അറിയത്തില്ല. ഒരു വസ്തു മേടിക്കുമ്പം, വീട് കെട്ടാൻ പോകുമ്പം, അല്ലെങ്കിൽ നമ്മളെ ഒരു മീറ്റിങ്ങിന് വിളിക്കുമ്പം, ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പം കൺഫ്യൂഷനാണ്. പക്ഷേ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവന് ഒരു കൺഫ്യൂഷനുമില്ല, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന് ഒരു കൺഫ്യൂഷനുമില്ല. കാരണം ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവനെ റൈറ്റ് പാത്തിലേക്ക് ഗൈഡ് ചെയ്യും. പ്രാർത്ഥിക്കുന്നവൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലേ നടക്കത്തുള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ. കാരണം പ്രാർത്ഥന തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളോട് പറയുന്നു, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പം ഒരു പക്ഷേ അതത്ര ബ്യൂട്ടിഫുള്ളായിട്ട് മനുഷ്യന് തോന്നിയെന്ന് വരത്തില്ല. യേശു പ്രാർത്ഥനയിൽ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. കർത്താവ് ആരെയെ തിരഞ്ഞെടുത്തേ? വിദ്യാഭ്യാസം ഇല്ലാത്തവരെ, സാമാന്യരായിട്ടുള്ളവരെ, വലിയ കഴിവുകളും ഒന്നുമില്ലാത്തവരെ, മുക്കുവന്മാരെ, ചുങ്കക്കാരെ ഒക്കെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. ലോകത്തിൻ്റെ മുമ്പിൽ ഭോഷത്വമായതിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. പക്ഷെ ദൈവം പ്രാർത്ഥനയിൽ, യേശു കർത്താവ് പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തപ്പോൾ, കർത്താവ് തിരഞ്ഞെടുത്തതിനെ മനുഷ്യൻ്റെ മുമ്പിൽ വലിയ ഭംഗിയില്ലെങ്കിലും നിങ്ങളൊന്ന് ഓർത്തേ, ചരിത്രം പഠിച്ചേ, കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്ത ഈ അപ്പോസ്തലന്മാരെ കൊണ്ടല്ലേ ലോകത്തെ ഇളക്കി, രാജ്യങ്ങളെ പിടിച്ചടക്കി, അധികാരികളെ നിലയ്ക്ക് നിർത്തി, അല്ലെങ്കിൽ ഒരു വലിയ ഉണർവ് അവരിലൂടെയല്ലേ ഉണ്ടാക്കി, മരിച്ചവരെ അവരല്ലേ ഉയർപ്പിച്ചേ, അന്ധൻ്റെ കണ്ണ് അവരല്ലേ തുറന്നേ. അവരുടെ നിഴലിനകത്ത് പോലും, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യനായ പത്രോസിൻ്റെ നിഴലിനകത്ത് പോലും ദൈവശക്തി വ്യാപരിച്ചു. പ്രാർത്ഥനയിൽ തിരഞ്ഞെടുക്കുന്നതൊന്നും പരാജയപ്പെടത്തില്ല. 100%. നിങ്ങൾ പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്ത ബിസിനസ്സാണോ? നിങ്ങൾ പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്ത ജീവിത പങ്കാളിയാണോ? നിങ്ങൾ പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്ത ഒരു തീരുമാനമാണോ ഇത്? നെവർ ഫെയിൽ. പ്രെയർ നെവർ ഫെയിൽ. പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെടത്തില്ല. യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു. യേശു കർത്താവ് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു. മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചു. കർത്താവ് ഈ ഭൂമിയിൽ കുറച്ചേ പ്രസംഗിച്ചോളൂ, പക്ഷേ കൂടുതൽ പ്രവർത്തിക്കുകയായിരുന്നു. യേശു പ്രവർത്തിച്ചു. എങ്ങനെ പ്രവർത്തിച്ചു? പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു. 5 അപ്പവും 2 മീനും യേശു കർത്താവ് തൻ്റെ കയ്യിലെടുത്തു. പുരുഷാരം മുഴുവനും യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പത്തിലേക്കും മീനിലേക്കുമാണ് നോക്കി. അന്നും ഇന്നും എന്നും യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന നന്മയിലേക്ക് ആൾക്കാരുടെ എല്ലാം നോട്ടം. പക്ഷേ 5 അപ്പവും 2 മീനും യേശു ക്രിസ്തു കയ്യിലെടുത്തിട്ട് എന്തു ചെയ്തു? അവനതിനെ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പുരുഷാരം അപ്പത്തിലേക്കും മീനിലേക്കും നോക്കിയപ്പോൾ യേശു സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അത് വിളമ്പി വർദ്ധിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. ഞാൻ പറയട്ടെ, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചാൽ അതൊരു ജയമായിരിക്കും. ലാസറിൻ്റെ കല്ലറവാതിക്കൽ യേശു കർത്താവ് വന്നു. അവൻ്റെ സഹോദരിമാർ പറഞ്ഞു,
4 ദിവസം കഴിഞ്ഞു, നാറ്റം വെച്ചു. ഒരു ഹോപ്പുമില്ല, ഒരു പ്രത്യാശയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. എല്ലാം പരാജയമാണ്. കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച് കിടക്കുക ലാസർ. പക്ഷേ യേശു ക്രിസ്തു നേരെ അങ്ങോട്ട് ചെന്നേച്ച്, ലാസറെ ഇങ്ങ് എഴുന്നേറ്റ് വാ എന്നല്ല പറഞ്ഞു. യേശു ക്രിസ്തു കല്ലറയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് യേശു ആ കല്ലറയെ നോക്കി കൽപ്പിച്ചു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് കൽപ്പിക്കുന്നവൻ്റെ വാക്കിൽ ദൈവശക്തിയുണ്ട്. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പ്രസംഗിക്കുന്നവൻ്റെ പ്രസംഗത്തിൽ ദൈവശക്തിയുണ്ട്. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പ്രവചിക്കുന്നവൻ്റെ പ്രവചനം അക്യുറേറ്റ് ആയിരിക്കും. അതെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതേ ദൈവജനത്തിൻ്റെ മുമ്പിൽ വിളമ്പാവും. അപ്പോസ്തലനായ പൗലോസും അതല്ലേ പറഞ്ഞ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നതെന്നാൽ. പൗലോസ് എവിടുന്നാണ് പ്രാപിച്ചേ? യൂട്യൂബിനകത്തു നിന്നാണോ? അല്ല. പൗലോസ് എവിടുന്നാണ് പ്രാപിച്ചേ? ഏതെങ്കിലും ഫേസ്ബുക്കിനകത്തു നിന്നാണോ? അല്ല, കർത്താവിൽ നിന്നാണ് പ്രാപിച്ചേ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ, കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ആർക്കും സമയമില്ല. അവർ ആരുടെയെങ്കിലുമൊക്കെ പ്രസംഗം കേൾക്കുന്നു, ആരെയെങ്കിലുമൊക്കെ അനുകരിക്കുന്നു, ആരെയെങ്കിലുമൊക്കെ പോലെ ആകാൻ ശ്രമിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ബഹുമാനത്തോടെ പറയട്ടെ, നേര് കൈവിടാതെ പറയട്ടെ, അപകടകരമായൊരു പോക്കാത്. എന്നാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നതിനകത്ത് ഒരു ദൈവശക്തി ഉണ്ടാകും. യേശു പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, അത്ഭുതം ചെയ്തു. പ്രാർത്ഥനയിൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. പ്രാർത്ഥനയിൽ ആരംഭിച്ചു, പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തു, പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു. 4-മതായി, യേശു കർത്താവ് തൻ്റെ ക്രൂശ് മരണം ഏറ്റെടുക്കുന്ന സമയമായപ്പോൾ, എന്ന് പറഞ്ഞാൽ തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ആ ടൈം കടന്നു വന്നപ്പോൾ, ഗത്സമനായുടെ തോട്ടത്തിൽ യേശു കർത്താവും ശിഷ്യന്മാരും കടന്നുപോയി. വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു, ആ സന്ദർഭത്തിൽ കർത്താവിന് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഭാരവും വേദനയും ഉണ്ടായി. ബൈബിൾ പറയുന്നു, അവൻ്റെ വിയർപ്പ് പോലെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയാൻ തുടങ്ങി. മാനവകുലത്തിൻ്റെ മുഴുവൻ ശാപവും പാപവും ഭാരവും എല്ലാം കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ അത് തനിക്ക് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായി തീർന്നു. ആ സമയത്ത് യേശു എന്താ ചെയ്തേ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, യേശുവിനെ നോക്കണം, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം, യേശുവിനെ പോലാകണം. തൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ, അല്ലെങ്കിൽ താൻ ഒരു വലിയ വേദനയിലൂടെ കടന്നു പോയപ്പോൾ കുറ്റം പറയുവല്ലായിരുന്നു, വിമർശിക്കുവല്ലായിരുന്നു, തന്നെ ശപിക്കുവല്ലായിരുന്നു. ബൈബിൾ പറയുന്നു, അവൻ മുട്ടുകുത്തി ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ ആ സമയം കിടന്നുറങ്ങി. അവരുറങ്ങുമ്പോഴും കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ നടക്കണം. ആ പ്രതിസന്ധിയുടെ നടുവിൽ യേശു പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ പ്രതികൂലങ്ങളില്ലാത്ത ആരുമില്ല, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. അങ്ങ് ഉന്നതന്മാർ തുടങ്ങി താഴെക്കടയിൽ കിടക്കുന്നവർ വരെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവരാണ്. സമ്പന്നന്മാർ തുടങ്ങി ദരിദ്രന്മാർ വരെ, പണ്ഡിതന്മാർ തുടങ്ങി പാമരന്മാർ വരെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. ഒരു പക്ഷെ പ്രസംഗിക്കുന്ന ദൈവദാസൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോകുന്നവരാണ്. പക്ഷേ നിങ്ങൾ യേശുവിനെ നോക്കൂ, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ ശ്രമിക്കൂ. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ, ആ വ്യഥയുടെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ ബലപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നു. ഒരു ദൂതൻ ഇറങ്ങി വന്നു, തന്നെ ബലപ്പെടുത്തി. പ്രതിസന്ധിയുടെ നടുവിൽ പതറിപ്പോകാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. നോക്കി, യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു. യേശു പ്രാർത്ഥിച്ച് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. യേശു പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു. യേശു കർത്താവ് പ്രാർത്ഥനയിൽ തൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു, ഫേസ് ചെയ്തു. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗാരോഹണം ചെയ്തു. റൈറ്റ് നൗ, അറ്റ് പ്രസൻറ്റ്, ഈ 2015 ഈ മാസത്തിൽ ഇപ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുക? ഇപ്പോൾ യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ 2015 ഇപ്പോഴും തന്നോട് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പിതാവിൻ്റെ വലത് ഭാഗത്ത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, പ്രാർത്ഥനയുള്ളവനായിരുന്നു, അവൻ ഉപവസിച്ചവനായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ മറ്റൊന്നാകാൻ ശ്രമിക്കരുത്. നിങ്ങൾ യേശുവിനെ പോലാകണം. യേശു പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കണം. യേശു ഉപവസിച്ചെങ്കിൽ നമുക്കും ഉപവസിക്കാൻ കഴിയണം. യേശുവിനെ മാതൃകയാക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. യേശുവിനെ മാതൃകയാക്കുന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം. യേശുവിനെ മാതൃകയാക്കുന്ന സഭകൾക്കായി സ്തോത്രം. അങ്ങനെയുള്ള സഭകളെ നോക്കി, കുടുംബങ്ങളെ നോക്കി, ദൈവദാസന്മാരെ നോക്കി എളിയവനായി ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും.
പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ എപ്പിസോഡ് ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഈ സബ്ജക്റ്റ് അടുത്ത ഓരോ സെഗ്മെൻറ്റ്, ഓരോ എപ്പിസോഡുകളിലും നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അറിയാതെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്ന വ്യക്തികൾ എന്നെ കാണുന്നുണ്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഇച്ചിരി കൺഫ്യൂസ്ഡാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കും. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കും. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപുത്രൻ്റെ കരം അതിൻ്റെ മേൽ വരും. ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഹോദരങ്ങൾക്കുമായി സ്തോത്രം. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് നിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്നവനായ യേശുവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. കേൾപ്പാതിരിപ്പാൻ നിൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല, പ്രവർത്തിക്കാതിരിക്കാൻ നിൻ്റെ കരം കുറുകിയിട്ടില്ല. ആരൊക്കെ ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ വിഷയം കേട്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നു, വെറുതെ കണ്ടുകൊണ്ടിരിക്കുവല്ല, വെറുതെ കേട്ടുകൊണ്ടിരിക്കുവല്ല, യേശുവേ എന്ന് വിളിച്ച് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങി വരട്ടെ. അവരുടെ റൂമിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. അപ്പോസ്തലന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവസഭകൾക്കകത്ത് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കട്ടെ. വലിയ ആത്മഭാരം ദേശങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, നശിച്ചു പോകുന്നവരെക്കുറിച്ച് ഇവരുടെ ഉള്ളത്തിൽ വ്യാപരിക്കട്ടെ. ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥന എന്നുള്ള ചിന്ത ഇവരുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവമുള്ളവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ അകത്ത് വേദന ഇതെനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ആ കുറ്റബോധമല്ല നിങ്ങളുടെ ഉള്ളത്തിൽ വേണ്ടേ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയല്ല വേണ്ട. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ മേൽ കവർ ചെയ്യട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, വർഷങ്ങൾ പഴക്കമുള്ള തൈറോയിഡിൻ്റെ രോഗം സൗഖ്യമാകട്ടെ. വർഷങ്ങൾ പഴക്കമുള്ള ആർത്രൈറ്റിസ്, ആസ്തുമ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇവരെ വിട്ടുമാറട്ടെ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അത്ഭുതത്തിൻ്റെ വഴികൾ, അത്ഭുതത്തിൻ്റെ വാതിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ മുമ്പിൽ തുറക്കട്ടെ. അവിടുന്ന് പ്രവർത്തിച്ചതിനും പ്രാർത്ഥന കേട്ടതിനും നന്ദി പറയുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാന്യ സഹോദരങ്ങളെ, അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name. Amen.